വ്യാഴത്തിന്റെ മാറ്റം കാണിക്കുന്നത്. എങ്കിൽ കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 3-ാം പാദം 4-ാം പാദം അതുപോലെ തന്നെ ചതയം പൂരിട്ടാതി 1, 2, 3-ാം പാദ നക്ഷത്ര ജാതരാണ്. ഇവർക്ക് വളരെ ഗുണപ്രദമാണ്. ഇവരുടെ ചിരകാലമായിട്ടുള്ള ആഗ്രഹങ്ങൾ, ഭവനത്തിനെ പറ്റിയുള്ള ആഗ്രഹങ്ങൾ, അതുപോലെ തന്നെ ഐശ്വര്യപരമായ ആഗ്രഹങ്ങൾ, വാഹന സംബന്ധമായ ആഗ്രഹങ്ങൾ, സന്താന സൗഭാഗ്യങ്ങൾ, മംഗളകരമായ അവസ്ഥകൾ ഒക്കെ ഗ്രഹത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. വളരെ ഐശ്വര്യകരമാണ് വ്യാഴത്തിന്റെ മാറ്റം ഇവർക്ക് പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഐശ്വര്യം എത്തപ്പെടുമ്പോൾ നന്ദിപൂർവ്വം ആരാധനാമൂർത്തികളെ, വിശിഷ്യ ഉപാസനാമൂർത്തികളെ വിസ്മരിക്കാതെ ഒരു ശ്രദ്ധയോടുകൂടിയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ, ഈശ്വരവചനത്തെ കൂടി മുറുകെ പിടിച്ചുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായും ഈ എത്തപ്പെട്ട മാറ്റം നിങ്ങൾക്ക് വളരെ വളരെ ഗുണത്തെ പ്രദാനം ചെയ്യും. സർവ്വവിധമായ ഐശ്വര്യത്തിനത് കാരണമായി മാറും. എല്ലാവിധമായ സുഖ സമൃദ്ധിയാണ് ഈ 5-ലെ വ്യാഴം നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത്. മീനക്കൂറുകാർക്ക് ഇത് എപ്രകാരമാണ് ബാധിക്കപ്പെടുന്നത്? മീനക്കൂറിൽപ്പെട്ട പൂരിട്ടാതി 4-ാം പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്ര ജാതരാണ്. ഇവർക്ക് വ്യാഴം 4-ലേക്കാണ് എത്തപ്പെടുന്നത്. 4-ലെ വ്യാഴം ഗുണകരം തന്നെയാണ്. ആഗ്രഹങ്ങൾ പൂർണ്ണതയിലേക്ക് എത്തിക്കുവാൻ കഴിയും. പരിശ്രമമുണ്ടെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളെയെല്ലാം നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ പൂർണ്ണതയിലേക്ക് എത്തിക്കുവാനും ഐശ്വര്യകരമായ രീതിയിൽ ജീവിക്കുവാനും കഴിയും. കാരണം 3-ലുണ്ടായിരുന്ന വ്യാഴം 4-ലേക്ക് വന്നതുകൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന സംഘർഷത്തിനും സങ്കടത്തിനും അയവുണ്ടാകും, കുറവുണ്ടാകും, ശമനമുണ്ടാകും. അതുകൊണ്ട് തീർച്ചയായും മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിന്റെ ഈ മാറ്റം നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് നിങ്ങൾക്ക് വളരെ വളരെ ഗുണത്തെ ആയിരിക്കും പ്രദാനം ചെയ്യുന്നത്. നേരത്തെ നിങ്ങൾ അനുഭവിച്ച അല്ലെങ്കിൽ ബുദ്ധിമുട്ടിയിരുന്ന പല കാര്യങ്ങൾക്കും ഒരുപക്ഷെ ഈ അവസ്ഥ മാറ്റമുണ്ടാക്കാൻ പറ്റും. ഈ അവസ്ഥയെ അല്പമൊന്ന് ശ്രദ്ധയോടുകൂടി നിങ്ങൾ മറികടക്കാൻ പരിശ്രമിച്ചാൽ പിന്നീട് എത്താൻ സാധ്യതയുള്ള സൗഭാഗ്യത്തെ തീർച്ചയായും പൂർണ്ണമായ രീതിയിൽ അനുഭവിക്കാൻ കഴിയുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഉപാസനാമൂർത്തികളെ യഥാരീതി പ്രീതിപ്പെടുത്തുക. സാധുക്കളെ, അർഹതയുള്ള സാധുക്കളെ വസ്ത്രമോ അന്നമോ മരുന്നോ ഒക്കെ കൊടുത്ത് സഹായിക്കുക. അതുപോലെ തന്നെ ഈശ്വര മന്ത്രജപം, വ്യാഴ പ്രീതിക്കായിട്ടുള്ള മന്ത്രജപം ഇത്യാദി കർമ്മങ്ങളിലൂടെ ഒരല്പം ശ്രദ്ധ ഒന്ന് വെച്ച് പുലർത്തിയാൽ തന്നെ തീർച്ചയായും പരിഹാരമുണ്ടാകാം. ഇത് തന്നെയായാലും ഈശ്വര ഭജനം കൈവിടാതെ തന്നെ ചെയ്യുക. കഴിയുമെങ്കിൽ വ്യാഴത്തിനെ പ്രീതിപ്പെടുത്തുവാനുള്ള ദിവ്യമായ വ്യാഴഗ്രഹത്തിന്റെ മന്ത്രം കൂടി ജപിച്ചാൽ ദേവഗുരുവിന്റെ കൃപാകടാക്ഷം ഉണ്ടെങ്കിൽ എല്ലാം ഭംഗിയായി തന്നെ പൂർത്തീകരിക്കപ്പെടും. ദേവന്മാർ പോലും അവരുടെ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ആശ്രയത്തിനായി കേണപേക്ഷിച്ചതും സർവ്വവിധമായ ഐശ്വര്യത്തെ കരഗതമാക്കിയതും വ്യാഴത്തിന്റെ കൃപാകടാക്ഷത്താലാണ്. അതുകൊണ്ട് തന്നെ ദേവന്മാർ ഏതൊരു ചൈതന്യത്തെയാണോ ആശ്രയമായി കണ്ടത്, നമ്മൾക്കും ആ ചൈതന്യത്തെ തന്നെ ആശ്രയമായി കണ്ടുകൊണ്ടൊന്ന് പരിശ്രമിക്കാം. തീർച്ചയായും സങ്കടങ്ങൾക്ക് പരിമിതി ഉണ്ടാവുക തന്നെ ചെയ്യും. സങ്കടങ്ങൾ